ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇരു ഹൃദയങ്ങൾ എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു പുസ്തകത്തെ പറ്റിയാണ്. ഇത് എഴുതിയത് ഫൈസി സെയ്ദ് ഇബ്രാഹിം ആണ്. വളരെ ബ്യൂട്ടിഫുള്ളായൊരു പുസ്തകമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു ആവശ്യമായ ഒരു പുസ്തകമാണെന്ന് തോന്നിയിട്ടുണ്ട് ഇത് വായിച്ചപ്പോൾ. കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സുഹൃത്തുക്കളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ പങ്കാളിയോട്, ഭാര്യയോട് എങ്ങനെ സംസാരിക്കണം, അതേപോലെ തന്നെ മക്കളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു തന്ന വളരെ ബ്യൂട്ടിഫുള്ളായ വളരെ മനോഹരമായ ഒരു ചെറിയൊരു പുസ്തകമാണ്. തീർച്ചയായിട്ടും എല്ലാവരും വായിക്കണം. ഇതിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒഴുകുന്ന അമൂല്യ സ്നേഹ സമ്മാനം. ഓക്കെ, ജീവിതത്തിൽ ഓരോ വരികൾക്കിടയിലും 1000 കഥകളുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാൻ വായിക്കേണ്ടവർ തന്നെ വായിക്കണം എന്ന് മാത്രം. വളരെ അർത്ഥവത്തായ ഒരു കോട്ടാണ് അല്ലേ. അത് അറിയേണ്ടവർ, അല്ലെങ്കിൽ അവരറിഞ്ഞാൽ മാത്രമേ എല്ലാവരോടും നമ്മളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കേണ്ടവർ, വായിക്കേണ്ടവർ തന്നെ വായിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. വായിക്കേണ്ടവർ തന്നെ വായിക്കണം എന്ന് മാത്രം. ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് 4 ഇതായിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 4 ഉള്ളടക്കത്തിൻ്റെ ഇതിലാണ്. ഒന്ന്, സംസാരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക്ക്. പിന്നീട് പരിഗണിക്കുക, വിമർശിക്കാതിരിക്കുക, സ്നേഹത്തിൻ്റെ രഹസ്യമുറികൾ എന്നുള്ള ഒരു ഇതാണ്. 4 ഇതായിട്ടാണ് ഈ പുസ്തകം ഉള്ളത്. ആദ്യം സംസാരിക്കുക എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ വാക്കുകൾ പോലും ആവശ്യമില്ല. ഒരാളെ ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സുകൊണ്ട് സ്പർശിക്കുക. സ്നേഹവും ബഹുമാനവും ഒത്തുചേരുമ്പോൾ സംഭാഷണം അതിൻ്റെ അതിവിശിഷ്ടമായ രൂപത്തിലേക്ക് ഉയരും എന്നുള്ളതാണ്. ചിലപ്പോൾ വാക്കുകൾ പോലും വാക്കുകൾ പോലും ചിലപ്പോൾ ആവശ്യമില്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പിന്നീട് പലപ്പോഴും 2 പേർ തമ്മിലുള്ള പിണക്കങ്ങൾക്ക് കാരണം അവർ തമ്മിൽ തെറ്റായി സംസാരിച്ചത് കൊണ്ടായിരിക്കണമെന്നില്ല. പകരം കേട്ടയാൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം. നിങ്ങൾ എത്ര നല്ല ഉദ്ദേശത്തോടെ ഒരാളോട് സംസാരിച്ചാലും കേൾക്കുന്ന വ്യക്തിയുടെ ആ നേരത്തെ മനോഭാവത്തിന് അനുസരിച്ച് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും, നമ്മൾ തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഒരു സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ, ആ സമയത്തെ നമ്മളുടെ മാനസികാവസ്ഥ, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നത്. ചിലപ്പോൾ അവർ ഒന്നും ഇതായിട്ടൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ സ്ഥിരമായി സംസാരിക്കുമ്പോൾ അവനൊരു തമാശയൊക്കെ പറയുമ്പോൾ ചില തമാശകൾ നമ്മളുടെ ആ മാനസികാവസ്ഥയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത മാനസികാവസ്ഥയിലാണെങ്കിൽ നമ്മൾ തട്ടിക്കയറാറൊക്കെ ഉണ്ടല്ലേ നമ്മളെ സുഹൃത്തുക്കളുടെ ആയിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ തെറ്റല്ല, നമ്മളുടെ മനസ്സിൻ്റെ പ്രശ്നം. നമ്മൾ ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് എന്നുള്ളത് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ പ്രതികരണം എന്നുള്ളതാണ്. സംസാര ശൈലിയും അനാവശ്യമായ പിടിവാശിയും മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയൊക്കെ, വളരെ മനോഹരമായ കഥയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീടുള്ള ഒരു നല്ലൊരു ടോപ്പിക്ക് ഭാര്യ, ഭർത്താവ്, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ തുടങ്ങി 2 പേർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒരു 5-10 പോയിൻറ്റ്സ്, വളരെ ബ്യൂട്ടിഫുള്ളായ 10 പോയിൻറ്റ്സ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ പോയിൻറ്റ്സ് ആണ് അതിൽ. ഡിജിറ്റൽ മെസ്സേജിങ്ങും തെറ്റിദ്ധാരണകളും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അയക്കുന്ന ഇമോജികൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതൊക്കെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഓരോ വാക്കുകൾ, അതായത് ഒരേ വാക്കുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരേ വാക്കുകൾ 2 പേരുടെ ചെവികളിൽ 2 വിധത്തിൽ കേൾക്കപ്പെടും. ഇത് അവരുടെ തെറ്റല്ല, ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടും അവരവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളും ജീവിത പാഠങ്ങളും രൂപപ്പെടുത്തിയ വ്യത്യസ്ത ധാരണകളുടെ ഫലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് തന്നെ, അതായത് നമ്മളുടെ ആ സമയത്ത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ മാനസികാവസ്ഥ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. സ്മൈലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതെല്ലാം വാട്സപ്പിലും അതൊക്കെ നമ്മൾ സ്മൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരാളോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പാലിച്ചിരിക്കേണ്ട ചില മര്യാദകൾ. നമുക്കറിയാം, ചിലവരൊക്കെ ഫോൺ വിളിച്ചാൽ എന്താണെന്ന് നോക്കില്ല, ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ ഒരാളോട് ഫോൺ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചില മര്യാദകളൊക്കെ ഇതാക്കണം. ആ മര്യാദകളെ പറ്റി പറയുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്, കാരണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ നല്ല വാക്കുകൾക്ക് മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് വഴി നൽകാം. വിഷലിപ്തമായ വാക്കുകൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കാൻ അനുവദിക്കരുത്. ഇപ്പം
മങ്ക് ഹൂ സോൾഡ് ഫെറാറി എന്ന് പറയുന്ന റോബിൻ ശർമ്മേൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്, നമ്മളുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൂന്തോട്ടമായിട്ട് കാണുകയാണെങ്കിൽ അതിൽ നല്ല ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. അതായത് നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ എന്നാൽ മോശം കളകൾ ഓട്ടോമാറ്റിക്കലി വളരും. അപ്പോൾ നല്ല വാക്കുകൾക്ക് മാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് വഴി നൽകാം. വിഷലിപ്തമായ വാക്കുകൾ നമ്മുടെ മനസ്സിനെ സ്പർശിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ നല്ല മാതാപിതാക്കളും കുട്ടികളും ദേഷ്യത്തിൻ്റെ പ്രതിഫലനം. വിഷമിക്കുന്നവർക്ക്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോട്ടാണ്, വിഷമിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് ഉപദേശങ്ങളോ പ്രചോദനമോ അല്ല, അവരുടെ വേദന കേൾക്കാൻ ഒരു ചെവിയാണ് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മക്കളുടെ ആയാലും എല്ലാവരും നമുക്ക് ഉപദേശിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കാൻ സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും നമ്മളുടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം അനുഭവിക്കുന്നവരോട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരെ ഉപദേശിക്കുകയോ ഇതാക്കുകയൊന്നല്ല, അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കാൻ ഇരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ നമ്മൾ കേൾക്കാൻ ഇരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല ബന്ധങ്ങളും നമുക്ക് എന്താവില്ലായിരുന്നു, നഷ്ടമാവില്ലായിരുന്നു. ഇന്നത്തെ ഡൈവേഴ്സുകളുടെയൊക്കെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനൊന്നും സമയമില്ല എന്നുള്ളതാണ്. ഉപദേശിക്കാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവർക്ക് ചെവിയും കൊടുക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരെന്താണ് പറയുന്നത് എന്ന് നമ്മൾ കേൾക്കാൻ ഇരുന്ന് കൊടുക്കണം എന്ന് പറയുന്നു. സ്നേഹപൂർവമായ സംസാരത്തെക്കുറിച്ചുള്ള ചില പ്രസിദ്ധ ഉദ്ധരണികൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുക, അത് എല്ലാ ഹൃദയങ്ങൾക്കും മനസ്സിലാകും. റൂമിൻ്റെ വളരെ മനോഹരമായൊരു കോട്ടാണ്. പരിഗണിക്കുക. രണ്ടാമത്തെ, നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ പരിഗണിക്കുന്നുവോ അത്രത്തോളം നിങ്ങളും പരിഗണിക്കപ്പെടും. പരിഗണിക്കലും പരിഗണിക്കപ്പെടലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, ഒന്നില്ലാതെ മറ്റൊന്നില്ല. നമ്മൾ പറയും നമുക്ക് പരിഗണന കിട്ടിയിട്ടില്ല അല്ലേ, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ നമ്മൾ എക്സ്പെക്റ്റേഷൻസാണ് നമ്മൾ കൂടുതൽ, നമ്മൾ എന്ത് അവർക്ക് കൊടുത്തു നമ്മൾ നോക്കാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരെയും കൂടി നമ്മൾ പറയട്ടെ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ, നമ്മൾ മറ്റുള്ളവരെയും പരിഗണിക്കണം. എങ്കിൽ മാത്രമേ നമ്മളും ചില സ്ഥലങ്ങളിലൊക്കെ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാണ്. വളരെ മനോഹരമായൊരു സംഭവമാണ്. പ്രിയപ്പെട്ടവരുടെ മുഖത്തെ സൂക്ഷ്മമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണാടിയിൽ പറ്റുന്ന പൊടി നാം തുടച്ചു മാറ്റുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നിസ്സാരമായ പിഴവുകളും സ്നേഹത്തോടെ തുടച്ച് മാറ്റാം. തെറ്റുകൾ ചെയ്യാതെ മനുഷ്യരില്ല. അപ്പോൾ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ ഇതായ പൊടിയവനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തുടച്ച് മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. കല്യാണം കഴിഞ്ഞവർക്ക് പരീക്ഷിക്കാം, കഴിയാത്തവർക്ക് പഠിക്കാം. നല്ല ഇതാണ്. ദീർഘകാലം നിലനിൽക്കുന്ന ആത്മാർത്ഥമായ സൗഹൃദങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ള അതിൽ കുറേ പോയിൻറ്റ്സൊക്കെ പറയുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായ പുസ്തകമാണിത്. വിമർശിക്കാതിരിക്കുക, അങ്ങനെ നല്ല കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും വാങ്ങണം, വായിക്കണം. ഒരുപാട് നന്ദി ഫൈസൽ സാർ. താങ്ക് യു വെരി മച്ച്.